നമ്മുടെ സംസ്ഥാനത്തെ ആദ്യത്തെ സമ്പൂർണ്ണ മാലിന്യമുക്ത നഗരസഭയായി പ്രഖ്യാപിച്ച ഷൊർണൂർ ഇപ്പോഴും തങ്ങളുടെ മേഖലയിലുള്ള ഇടപെടൽ കൂടുതൽ മികവോടെയും തിളക്കത്തോടെയും കൂടി തുടരുകയാണ്. നഗരം ക്ലീനായിട്ട് സൂക്ഷിക്കാൻ കഴിയാവുന്നതെല്ലാം ചെയ്യുകയാണ് ഈ നഗരസഭ. ഇതിനോടകം തന്നെ നിരവധി അവാർഡുകൾ നഗരസഭയെ തേടി എത്തിയിട്ടുമുണ്ട്. ഷൊർണൂർ നഗരസഭയിലേക്ക് കയറി വരുമ്പോൾ മനോഹരമായ ഒരു ആർട്ട് വർക്ക് കാണാം. വെറുതെ ഒരു ഭംഗിക്ക് സൂക്ഷിച്ചിരിക്കുന്നതല്ല കേട്ടോ ഇത്, മറിച്ച് നഗരസഭയ്ക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന മാലിന്യ സംഭരണ കേന്ദ്രത്തിന്റെ മാതൃകയാണിത്. അടി വിസ്തീർണമുള്ള നഗരസഭയുടെ MCF ഒരു മാതൃകയാണ്. നഗരസഭയിലെ ശുചീകരണ തൊഴിലാളികളായ ആനന്ദനും ബിജു ജോസും ഷൊർണൂർ നഗരസഭയ്ക്കുള്ളിൽ നിർമ്മിച്ച അതേ മാതൃക തന്നെയാണ് സ്ഥലത്തെത്തുമ്പോഴും കാണാൻ കഴിയുക. നഗരത്തിന്റെ വിവിധയിടങ്ങളിൽ നിന്നും വീടുകളിൽ നിന്നും ശേഖരിച്ച ഉപയോഗമുള്ളതും ഉപയോഗശൂന്യവുമായ മാലിന്യങ്ങൾ വേർതിരിച്ച ബൈലിംഗ് മെഷീന്റെ സഹായത്തോടെ ബണ്ടിലുകളാക്കും. ഉപയോഗശൂന്യമായത് അങ്ങോട്ട് പണം നൽകി ഏജൻസിക്ക് നൽകും. നഗരം ക്ലീൻ ആയിരിക്കണമെന്ന ഉറച്ച ബോധ്യത്തിലാണ് നഗരസഭ കൃത്യമായി ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നത്. മാലിന്യം വേർതിരിക്കുന്നത് നല്ല ബുദ്ധിമുട്ടുള്ള ജോലിയാണ്. മാസ്കും ഗ്ലൗസുമൊക്കെ ഉപയോഗിച്ചാണ് ഹരിതകർമ്മ സേനാംഗങ്ങൾ ആ പ്രവർത്തനം പൂർത്തിയാക്കുന്നത്. മാലിന്യ സംസ്കരണ രംഗത്ത് ഒരു പുതിയ മാതൃക സൃഷ്ടിക്കാൻ സാധിച്ചു. ഇതോടൊപ്പം തന്നെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഷൊർണൂർ നഗരസഭയ്ക്ക് പ്രത്യേക പുരസ്കാരം സംസ്ഥാന തലത്തിൽ തന്നെ നമുക്ക് നൽകുകയുണ്ടായി. കേരളത്തിൽ ആദ്യത്തെ നഗരസഭ മാലിന്യമുക്ത നഗരസഭയുടെ പ്രഖ്യാപനം ഷൊർണൂരിലാണ് ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ഈ സംഭവ സ്ഥലത്ത്, അതായത് MCF നിൽക്കുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് ഉദ്ഘാടനം ചെയ്തത്. അലങ്കാര ചെടികളുടെ നഴ്സറി, ശലഭോദ്യാനം, മാലിന്യങ്ങളുടെ പ്രദർശന ഗാലറി എന്നിവയും ക്രമീകരിച്ചിട്ടുണ്ട്. കൂടാതെ മലിനജല ശുദ്ധീകരണ പ്ലാന്റും മികവോടെ പ്രവർത്തിക്കുന്നു. നഗരത്തിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും ശൗചാലയം, റോഡുകൾ, പൊതുസ്ഥലങ്ങൾ എന്നിവിടങ്ങളിൽ നിന്നുള്ള മലിനജലമാണ് ഇവിടെ എത്തുന്നത്. ഷൊർണൂർ ബസ് സ്റ്റാൻഡിനകത്ത് നിർമ്മിച്ചിരിക്കുന്ന സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റിൽ പ്രതിദിനം 25,000 ലിറ്റർ മലിനജലം ശുദ്ധീകരിക്കാൻ കഴിയും. ശുദ്ധീകരിച്ച ശേഷം അഴുക്കുചാലിലൂടെ വെള്ളം ഒഴുക്കിവിടും. കൂടാതെ നഗരത്തിന്റെ വിവിധയിടങ്ങളിലായി 63 മിനി MCFകളും 60 ബോട്ടിൽ ബൂത്തുകളും സ്ഥാപിച്ചിട്ടുണ്ട്. ഭാവിയിൽ കൂടുതൽ പദ്ധതികൾ നടപ്പിലാക്കാൻ നഗരസഭ ലക്ഷ്യമിടുന്നുണ്ട്. പ്രധാനമായിട്ടും ഞങ്ങൾക്കുള്ളത് 7000 സ്ക്വയർ ഫീറ്റിനടുത്തുള്ള MCF ജൈവ മാലിന്യങ്ങൾ ഉൾപ്പെടെ ട്രീറ്റ് ചെയ്ത് ആ പ്രോസസ്സ് ഭംഗിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ മറ്റൊന്നുള്ളത് ഭാരതപ്പുഴയുടെ തീരത്ത് അതിമനോഹരമായ രീതിയിൽ രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഗ്യാസ് ക്രിമറ്റോറിയമാണ്. ഒരു പ്രോജക്റ്റ് കൂടി ഷൊർണൂരിനെ സംബന്ധിച്ച് പറയാനുള്ളത് 20 കോടി രൂപ മുടക്കി ഭാരതപ്പുഴയുടെ തീരത്ത് ഭാരതപ്പുഴയുടെ തീര സംരക്ഷണം ഉൾപ്പെടെ അതിൽ മാലിന്യ സംസ്കരണം ഉൾപ്പെടെ വരുന്നുണ്ട്. നഗരസഭയുടെയും ആരോഗ്യ പ്രവർത്തകരുടെയും ഹരിതകർമ്മ സേനാംഗങ്ങളുടെയും തൊഴിലാളികളുടെയും എല്ലാം കൂട്ടായ പരിശ്രമത്തിലൂടെയാണ് ഷൊർണൂർ മികച്ച മാതൃകയാകുന്നത്. വെൽക്കം ടു ഹെവൻ ഓഫ് ഗാർബേജ്. ഈ പ്രയോഗം കാണുമ്പോൾ മാലിന്യത്തിനിടയിൽ എന്ത് സ്വർഗമെന്ന സംശയം തോന്നാം. പക്ഷേ ഷൊർണൂർ നഗരസഭ ഈ മേഖലയിൽ സ്വീകരിച്ച നടപടികൾ സ്വപ്നതുല്യമെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ക്യാമറമാൻ രമേശ് റാബിനൊപ്പം അജിത് ബാബു, ന്യൂസ് മലയാളം. ഇതേപോലെ നിരവധി നഗരസഭകൾ വരട്ടെ അല്ലേ? ഷൊർണൂരിനെ മാതൃകയാക്കി പല നഗരസഭകളും അവരുടെ പ്രവർത്തനമൊക്കെ വിപുലീകരിക്കട്ടെ. നല്ല ശുദ്ധമായ, നല്ല വൃത്തിയുള്ള നഗരസഭകൾ നമ്മുടെ സംസ്ഥാനത്തുണ്ടാകട്ടെ.